നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. സൗഹൃദത്തിന്റെ 1000 വൃക്ഷത്തൈകൾ കൈമാറി പള്ളുരുത്തി സെന്റ് ഡൊമിനിക് സ്കൂൾ. കൊച്ചി നഗരസഭ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ, ചങ്ങാതിക്ക് ഒരു തൈ, പച്ചത്തുരുത്ത് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം പള്ളുരുത്തി സെന്റ് ഡൊമിനിക് സ്കൂളിൽ കൊച്ചി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് നിർവഹിച്ചു. ചടങ്ങിൽ ഒരു തൈ നടാം ക്യാമ്പയിനിൽ വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിൽ നിന്നും ഒരു വൃക്ഷത്തൈ വീതം കൊണ്ടുവരികയും അവരുടെ ചങ്ങാതിക്ക് കൈമാറുകയും ചെയ്തു. വിവിധ തരത്തിലുള്ള പേര, ചാമ്പ, കറിവേപ്പ്, ആത്ത, ഞാവൽ, ചെമ്പകം തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളാണ് കുട്ടികൾ കൈമാറിയത്. ഹരിതമാക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ്. നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം കുട്ടികൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല. ഏതായാലും ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള നിസ കുറച്ച് നാളുകളായി നമ്മുടെ വിദ്യാലയങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ ഇത്തരം പച്ചത്തുരുത്തും ഒക്കെയുള്ള പരിപാടികളായി സംഘടിപ്പിക്കുകയാണ്. പക്ഷേ നിസയുടെ മനസ്സും കണ്ണും നിറഞ്ഞത് ഇവിടെ വെച്ചായിരിക്കും. ഇത്ര വളരെ ഭംഗിയായി ഒരു പരിപാടി കൊച്ചി നഗരത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത് എന്നുള്ളത് അഭിമാനത്തോടുകൂടി സെന്റ് ഡൊമിനിക് സ്കൂളിന് പറയാൻ സാധിക്കും. സൗഹൃദത്തിന്റെ സന്ദേശം വടവൃക്ഷമായി ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുക എന്ന സന്ദേശമാണ് ചങ്ങാതിക്ക് ഒരു തൈ പദ്ധതി. കൗൺസിലർ ലൈല ദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ OP ഡാനി ചക്കുങ്കൽ, ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ നിസ നിഷാദ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ A ഹാഷിം, K വിദ്യ, H റജുല, പള്ളുരുത്തി ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ആന്റണി ടെറൻസ്, സന്തോഷ് കുമാർ, ADS ചെയർപേഴ്സൺ BS ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ എയ്ന മരിയ റീത്ത, VH അനാമിക എന്നിവർ പരിസ്ഥിതി സംരക്ഷണ സന്ദേശവും കവിതയും അവതരിപ്പിച്ചു. വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഹരിത മിഷന് തുടക്കം കുറിക്കുന്നത്. ഈ ഹരിത മിഷന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. ഉപയോഗശൂന്യമായ സ്ഥലങ്ങളിൽ തദ്ദേശീയമായ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ച് ചെറിയ വനങ്ങൾ, പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ജൈവ വൈവിധ്യം നിലനിർത്താനും സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ലെന്നുള്ള സത്യത്തെ അറിയുക. നീ എന്ന പ്രകൃതിയെ ഞാൻ എന്ന വികൃതിയെ നോവിക്കുവാൻ നാം ശ്രമിക്കരുത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.